സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ നാട്ടിൽ ജാതിയില്ല, നിറമില്ല, മതമില്ല, നിറത്തിന്റെ പേരിലുള്ള വർണ്ണ വിവേചനങ്ങളില്ല. വേടൻ മുന്നോട്ട് വെക്കുന്നത് പോലെയുള്ള ഒന്നും തന്നെ ഇന്ന് നമ്മുടെ ഈ കേരളത്തിലോ അല്ലെ നമ്മുടെ ഈ സമൂഹത്തിലോ നമ്മുടെ രാജ്യത്തിലോ നിലകൊള്ളുന്നില്ല. ഇതെല്ലാം വേടന്റെ ചിന്താഗതികൾ മാത്രമാണ്. വേടൻ അനുഭവിച്ചിട്ടുള്ളതും വേടൻ അറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെറുതെ ഒരു സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സമൂഹത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേടൻ കണ്ടുപിടിച്ച മാർഗങ്ങൾ മാത്രമാണ് ഇതൊക്കെ എന്ന് ഞാൻ ഇങ്ങനെ ഒരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ എന്ത് പറയും? അല്ല നിങ്ങൾ എന്താണ് അതിന് നിങ്ങൾ ഉദ്ദേശിക്കുക? അല്ല നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുക? ഇന്ന് നമ്മുടെ നാട്ടിൽ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വിവേചനമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അംഗീകരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ചോറ് തിന്ന് ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അത് അംഗീകരിക്കത്തില്ല. സത്യം അത് തന്നെയല്ലേ? അതായത് ഈ നാട്ടിൽ വർണ്ണ വിവേചനങ്ങളുടെയും അതേപോലെ തന്നെ ജാതിയുടെയും പേരിലുള്ള അടിച്ചമർത്തലുകളും തന്തയ്ക്ക് പിറക്കാഴികളും പലരും കാണിച്ചു വെക്കുന്നതൊക്കെ പല രീതിയിലും പലപ്പോഴായിട്ട് മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് സത്യഭാമ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. കലാമണ്ഡലം സത്യഭാമ എന്നാണ് അവർ സ്വയം വിശേഷിക്കുന്നത്, അല്ല വിശേഷിപ്പിക്കുന്നത്. നമ്മളാരും അങ്ങനെ വിളിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല. കലാമണ്ഡലത്തിലെ ഒരു ടീച്ചറായിട്ട് നമ്മളാരും കാണുന്നുമില്ല. വെറും ഒരു മനുഷ്യന്റെ രൂപം മാത്രമുള്ള ഒരു ശൂർപ്പണക, അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട ഒരു ജന്തു, എക്സ്പയറി ഡേറ്റ് ഒക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുന്ന ഒരു ജന്തുവാണ് ഇവര്. വേടൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വേടനെ അന്ന് വിമർശിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്ന് കറുത്ത കാക്കയുടെ നിറമുള്ളവനാണ് വേടൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഇവർക്ക് കറുപ്പെന്ന് പറയുന്ന സാധനത്തോട് വലിയ ദേഷ്യവും വിമുഖതയുമാണ്. ഇരുന്ന് സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു അമ്മച്ചി അങ്ങ് വെളുത്ത് തൊടുത്ത് വെളുപ്പ് അങ്ങ് ഉള്ളിൽ മനസ്സ് വരെ അങ്ങ് വെളുപ്പാണ്. ഭയങ്കരമായിട്ടുള്ള ഒരു സൗന്ദര്യമുള്ള ഒരു സാധനമാണെന്നുള്ളത് ഇവരെ ആരോ പറഞ്ഞ് ഇങ്ങനെ എരികേറ്റി വെച്ചിരിക്കുകയാണ്, അല്ലെ തിരികേറ്റി വെച്ചിരിക്കുകയാണ്. വലിയ സുന്ദരിയാണ്, വലിയ ഐശ്വര്യ റോയൊക്കെ മാറി അപ്പുറത്തോട്ട് നിൽക്കും, അപ്പുറത്തെ പറമ്പിൽ പോയി നിൽക്കും, ഇവിടുത്തെ വീട്ടിൽ വെള്ളമില്ലാത്തത് കൊണ്ടെന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളിക്കാരി പറഞ്ഞു വരുന്നത്. കെട്ടിയവൻ എന്തോ പേടിച്ചിട്ട് എന്തോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ അമ്മച്ചി അത് കൊച്ചിലേ തൊട്ടേ ഇങ്ങനെ അങ്ങ് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സുന്ദരിയാ, ഞാൻ സുമുഖേ, ഞാൻ കലാമണ്ഡലം സത്യഭാമയാണ്, കലാമണ്ഡലം സത്യഭാമ. ഞാൻ ഇവിടെ ഒരുപാട് പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. കലാമണ്ഡലം ഞാൻ വലിയ സംഭവമാണ്. കലാമണ്ഡലത്തിൽ തൂക്കാൻ പോയി കഴിഞ്ഞാൽ ഈ കലാമണ്ഡലം എന്നുള്ളൊരു പേര് നമ്മുടെ പേരിനൊപ്പം ചേർക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കൊന്ന് അറിയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ തൊട്ട് ചൂലും എടുത്ത് തൂക്കാൻ പോവാണ് കലാമണ്ഡലത്തിന്റെ ആ വരാന്തകളൊക്കെ. മിക്കവാറും അമ്മച്ചി വല്ല വേസ്റ്റും പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പോയതായിരിക്കും അവിടേക്ക്. അവിടുത്തെ വേലക്കാരി വല്ലതും ആയിരിക്കും. എന്നിട്ട് ഈ മൂർത്തിയെക്കാളിലും വലിയ ഒരു ശക്തിയുള്ള ഒരാളാണല്ലോ അവിടെ പൂജിക്കുന്ന ഒരാൾ. അതായത് അമ്പലത്തിൽ പ്രതിഷ്ഠ ഇരിക്കുന്ന ആളിനേക്കാളും വലിയ ശക്തിയുള്ള ഒരാളായിട്ടാണ് നമ്മൾ തിരുമേനിമാരെ കാണുന്നത്. എന്ന് പറയുന്നത് പോലെയാണ് പ്രതിഷ്ഠയേക്കാൾ വലിയ മൂർച്ചയുള്ള, അല്ലെങ്കിൽ പ്രതിഷ്ഠയേക്കാൾ വലിയ പവറുള്ള ഒരാളാണ് അവിടുത്തെ തന്ത്രി എന്നൊക്കെ പറയുന്നത്. എന്ന് പറയുന്ന പോലെ അമ്മച്ചി. കലാമണ്ഡലം എന്നുള്ളൊരു പേര് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. കലാമണ്ഡലം എന്നുള്ളൊരു പേര് കൂടുതലായിട്ട് നമ്മളൊക്കെ അറിയുന്നത് കലാമണ്ഡല സത്യഭാമയിൽ കൂടി തന്നെയാണ്. അത് ഒരുപക്ഷെ ശരി തന്നെയായിരിക്കും. ഒരു ദിവസം 1000-ലധികം ആളുകളുടെ തന്തയ്ക്ക് വിളികളും തള്ളയ്ക്ക് വിളികളും ഒരേ സമയത്ത് ഏറ്റുവാങ്ങിക്കൊണ്ട് സത്യഭാമ ഈ കടന്നു വരുന്ന വീതികളെയൊക്കെ രാജവീതികളാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ സത്യഭാമയുടെ രാഷ്ട്രീയ ചരിത്രം എന്താണ്? സംഘിപുത്രിയാണ്, സംഘിണിയാണ്. അതെ, സത്യഭാമ ചേച്ചി സംഘിപുത്രിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനൻ ടി വി പറയുന്നതിനെ എല്ലാം മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് ജനൻ ടി വി പറയുന്നതാണ് നമ്മുടെ സമൂഹത്തിലെ കാര്യങ്ങൾ, നമ്മുടെ സമൂഹത്തിലെ നീതിന്യായ വ്യവസ്ഥകളൊക്കെ പാലിക്കുന്നതും നീതിന്യായ വ്യവസ്ഥകളൊക്കെ വില കൽപ്പിക്കുന്നതുമൊക്കെ ജനൻ ടി വി എന്ന് പറയുന്ന ഒരു ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന വാർത്തകളിൽ കൂടി ആയിരിക്കണമെന്നും ആ വാർത്തകളാണ് നമ്മുടെ ഭാരതപുത്രന്മാർ ഏറ്റെടുക്കേണ്ടതെന്നും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു രീതിയാണ് ഈ സത്യഭാമയ്ക്കുള്ളത്. നമ്മുടെ ഈ ഫസൽ കാരാട്ടം എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാ ഫസൽ കാരാട്ടം എന്ന് പറയുന്ന ഒരു വാണ ചെറുക്കനുണ്ട്, അങ്ങനെ തന്നെ അവനെ വിളിക്കണം. സംഘികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന, ഇടതും വലവും തിരിഞ്ഞു നിന്നുകൊണ്ട് സംഘികളുടെ എന്ത് കിട്ടിയാലും വാങ്ങി തിന്നുകൊണ്ട് സംഘികൾക്ക് വേണ്ടിയിട്ട്, സംഘികളെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചാളുകൾ ശ്രമിക്കുന്നു, അങ്ങനെയുള്ള ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വൃത്തികെട്ട സംസാര രീതിയിൽ കൂടി വീഡിയോ ചെയ്യുന്ന ഒരുത്തൻ. ഭാരതപുത്രൻ നരേന്ദ്രമോദിജിയുടെ ഇതാണ് അവന്റെ സംസാരം. അവന്റെ വീഡിയോസ് കാണാനോ അവന്റെ സംസാരം കേൾക്കാനും നിങ്ങൾക്ക് താല്പര്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ കാണിക്കുന്നില്ല. അപ്പൊ അങ്ങനെ അവന്റെ വീഡിയോസും എടുത്ത് ഷെയർ ചെയ്തുകൊണ്ടാണ് അമ്മച്ചിയുടെ തേരോട്ടം ഓരോ ദിവസവും പോകുന്നത്. ഇൻസ്റ്റഗ്രാമിൽ നിന്നും അതേപോലെ ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഒക്കെ എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരിലാണ് സേച്ചി ഈ പരിപാടിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. സേച്ചി എന്നും വിളിക്കാൻ പറ്റത്തില്ല, ഒരു വല്യമ്മ, പടുകിളവി, കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കണം. നാളെ ആ ഒരു കാലം വന്ന് കയറം കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ പോകാനായിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. എന്നിട്ടാണ് ഇവർ ഈ കിടന്ന് ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ വെറി പൂണ്ട സംസാര രീതിയുമായിട്ട് വന്നിരിക്കുന്നത്. വെളുപ്പിനെ ഇഷ്ടമാണ്, വെളുപ്പിനെയാണ് എനിക്കിഷ്ടം, കറുപ്പിനെ എനിക്ക് ഇഷ്ടമല്ല. കറുപ്പ് എന്താണ് സ്ത്രീയെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതിൻ്റെ കാര്യം? ഇരുട്ട് കറുപ്പല്ലേ? നിങ്ങൾ ഇരുട്ടത്ത് എന്ത് ചെയ്യും? നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള വെളിച്ചത്തിൽ നിങ്ങൾ കിടന്നുറങ്ങുമോ?
ഒരിക്കലുമില്ലല്ലോ. അപ്പം നിങ്ങൾ ആ പറയുന്നതിൽ തന്നെ നിങ്ങളുടെ പൊയ്മുഖമുണ്ട്. നമുക്കറിയാം സംഘികൾ എന്താണ് ചെയ്യുന്നത്, നമുക്കറിയാം സംഘികളുടെ ലക്ഷ്യം എന്താണ്, അജണ്ട എന്താണ്? ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്തണം. ഇവിടെ മറ്റു വിഭാഗത്തിൽപ്പെട്ട ഒരു ജാതിയും ഒരു മതവും വേണ്ട. ഇവിടെ ഹിന്ദുക്കൾ മാത്രം മതി. ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ ഉന്നത കുലജാതന്മാർ മാത്രം മതി. ബാക്കിയുള്ളവർ ഇങ്ങനെ താഴേക്കിടയിൽപ്പെട്ട, അതായത് പണ്ടത്തെ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ശ്രേണി ഉണ്ടല്ലോ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ദളിതർ എന്ന് പറയുന്ന ഒരു ശ്രേണി. ആ ശ്രേണി ഇന്നും അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. പൂണൂലിട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രം ക്ഷേത്രപ്രവേശനം നടത്തിയാൽ മതി, പൂജകൾ ചെയ്താൽ മതി, ഉന്നത കുലജാതന്മാർ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്ന് സുരേഷ് ഗോപിജി പറഞ്ഞതുപോലെ സുരേഷ് ഗോപിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടിയിട്ട് സത്യഭാമ അമ്മച്ചി കൂടെ രംഗത്തേക്ക് വന്നു. ഇതാണ് ഈ BJPയുടെ അല്ലെ ചാണക സംഘികളുടെ ഏറ്റവും വലിയ ലക്ഷ്യവും. അതിന് വേണ്ടിയിട്ട് ശക്തി പകരാൻ വേണ്ടിയിട്ട് ചാണകം മിത്രങ്ങൾ, അല്ലെങ്കിൽ ഗോമൂത്രം കുടിക്കുന്ന ഗോമൂത്ര സംഘികൾ, ഇവരാണ് രംഗത്തേക്ക് നിൽക്കുന്നത്. അവരെ പിന്തുണച്ചുകൊണ്ടാണ് സത്യഭാമ ഈ രീതിയിലുള്ള വൃത്തികേടുകൾ പുലമ്പുന്നത്. എന്തുമായിക്കോട്ടെ, കെട്ടിയനുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, അച്ഛനുണ്ടോ എന്ന് പോലും അറിയില്ല, എന്തുമായിക്കോട്ടെ. അപ്പോൾ ഇതിന് പിന്നാലെ സത്യഭാമ എന്ന് പറയുന്ന ഈ ശൂർപ്പണക്കൊക്കെ വൃത്തികെട്ട സാധനത്തിന് മറുപടിയുമായിട്ട് സ്നേഹ ശ്രീകുമാർ വന്നിട്ടുണ്ട്. ആ വീഡിയോ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. പക്ഷെ ഇവിടെ സത്യഭാമ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഉരുണ്ട കവള് തടിച്ച ശരീരം കാണാൻ കൊള്ളാത്തവൾ എന്ന് സത്യഭാമ പറയുമ്പോൾ പ്രതികരിക്കാൻ നിന്നില്ല. കാരണം എന്താ? അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഒരു തവണ അവര് പറയുന്നു കറുത്ത ഒരാള് പെറ്റമ്മ സഹിക്കില്ല. അത്തരം പരാമർശങ്ങൾ നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് ഈ ഒരു വർഷത്തിന് ശേഷവും വിശ്വസിക്കുന്ന ഒരാളെ തിരുത്താൻ നമുക്ക് എങ്ങനെ സാധിക്കും? ഇവര് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന്. പിന്നെ അവര് പറഞ്ഞ തെറ്റുകൾ വീണ്ടും ആവർത്തിച്ച് എന്റെ വായ കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ പ്രതികരിക്കേണ്ട എന്ന് തീരുമാനിച്ചത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ 2 ദിവസം കൊണ്ട് ലോകത്തുള്ള സകല മലയാളികളും എനിക്ക് വേണ്ടി സംസാരിച്ചു, എനിക്ക് വേണ്ടി കമന്റ് ഇട്ടു, എനിക്ക് വേണ്ടി പോസ്റ്റ് ഇട്ടു. എന്നെ എനിക്ക് എത്രത്തോളം കോളുകൾ വന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കണ്ടില്ലേ, ഇതാണ് സ്നേഹ ശ്രീകുമാർ പറഞ്ഞത്. ഈ പെണ്ണുമ്പിള്ളയുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ ഫേസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് രാഷ്ട്രീയ അല്ലെങ്കിൽ ഇവരുടെ വർണ്ണവിവേചനങ്ങളൊക്കെ ചീറ്റ് തുപ്പി എറിയുന്നതൊക്കെ അവരുടെ പോസ്റ്റുകളിൽ കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി നൃത്തം ചെയ്യുമ്പോൾ, മോളെ നിന്നെ കാണാൻ ഭംഗിയില്ലെങ്കിൽ സിനിമയിലൊക്കെ എടുക്കും, അതായത് സിനിമയിൽ ഇപ്പോൾ ഭംഗിയുള്ളവരെ അല്ല വേണ്ടത്, കഴിവുള്ളവരെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ രീതിയിലേക്ക് വളച്ചൊടിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു രീതിയും ഞാൻ കണ്ടതാണ്. ഇവരാരാണെന്നാണ് ഇവരുടെ വിചാരം? ഞാൻ പലപ്പോഴായിട്ട് ഞാൻ ചോദിക്കുന്നതും ഇപ്പോഴും ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പെണ്ണുമ്പിള്ള, നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ വിചാരം? നിങ്ങൾ വെളുത്ത് തൊടുത്തങ്ങ് ഐശ്വര്യ റായി ആണെന്നാണ് നിങ്ങളുടെ വിചാരം? നിങ്ങളെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് കുരു പൊട്ടുമല്ലോ. പിന്നെ ലൈവായി അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിയായി. നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാവരും വിളിക്കുന്നുണ്ട് സ്ത്രീയെ. നിങ്ങളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഇത്തിരി വെളുപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ തൊലി ഇത്തിരി വെളുത്തിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ചെറ്റത്തരങ്ങളും തന്തയ്ക്ക് കുറെ കഴിയാൻ പറയാൻ പാടില്ല. നിങ്ങളൊരു ടീച്ചറാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വയമേ നടക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തിൻ്റെ ടീച്ചറാണെന്നും എവിടുത്തെ ടീച്ചറാണെന്നും ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഉത്തരം പറയാൻ നിങ്ങളോട് സാധിക്കുമോ? അവിടുത്തെ ചായ കോരി കൊടുക്കാനും അവിടുത്തെ തറ തുടയ്ക്കാനും പോയിട്ടുള്ളൊരു സ്ത്രീയാണ് നിങ്ങൾ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നാളെ ഒരു ലൈവിൽ വന്നിട്ട് മേ ബി എന്നെപ്പറ്റി വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും എനിക്കെന്ത് കഴിവാണുള്ളതെന്നുള്ളത്. ഞാൻ കുറച്ച് നാൾ എങ്ങനെയാണെങ്കിലും ഒരു 7-8 വർഷത്തോളം സ്റ്റേജ് ഷോസുമായിട്ട് നടന്നുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഒരു 60-ന് മുകളിൽ സ്റ്റേജ് ഷോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ സത്യഭാമ എന്ന് പറയുന്ന സ്ത്രീ കലാമണ്ഡലത്തിൽ പോയി പഠിച്ചിരുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ സത്യഭാമയുടെ ഏതെങ്കിലും ഒരു ഡാൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നൃത്തം എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി ആക്ടിവിറ്റീസ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ തോന്നിവാസങ്ങൾ ലൈവിൽ വന്നിരുന്ന് പറയുകയല്ലാതെ ഒന്നും ആരും കണ്ടിട്ടില്ല സ്ത്രീയെ. നിങ്ങൾ സ്വയമേ പറയാണ് നിങ്ങൾ കലാമണ്ഡല സത്യഭാമയാണ്, നിങ്ങൾ വലിയ സംഭവമാണ്, ഭൂലോക രംഭയാണെന്നുള്ളത്. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല. നിങ്ങളുടെ തനി സ്വഭാവം, നിങ്ങളുടെ ഈ ജാതീയതയും വിഷം തുപ്പലും ഇതൊക്കെ ജനങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇതിനൊക്കെ സ്നേഹ ശ്രീകുമാർ തന്ന മറുപടി തന്നെയാണ് നല്ലത്. അതായത് കുരയ്ക്കുന്ന പട്ടികൾ അവിടെ കിടന്ന് കുരച്ചുകൊണ്ടിരിക്കട്ടെ, നമ്മൾ വലിയ മൈൻഡ് ചെയ്യാൻ പോകണം, നമ്മുടെ വീട്ടിലെ പട്ടി കുരയ്ക്കുമ്പോൾ നോക്കിയാൽ മതി എന്നുള്ള രീതിയിലാണ് സ്നേഹ ശ്രീകുമാർ പറഞ്ഞത്. അത് തന്നെയാണ് സത്യം. സത്യഭാമ എന്ന് പറയുന്ന എവിടെയോ കിടക്കുന്ന ഒരു തെരുവിൽ കിടക്കുന്ന പട്ടി കുരച്ചാൽ നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് സാരം. എവിടെയെങ്കിലും കിടന്ന് കുരയ്ക്കുന്നത് കുരച്ചോട്ടെന്നേ. സംഘികളുടെ ഏറ്റവും വലിയ ഗുരുപൊട്ടൽ ഇത് തന്നെയാണ്. അല്ലെ, ഇവരുടെ ഈ സംഘികളുടെ കൂട്ടത്തിലുള്ള എല്ലാം ഇതുപോലെയുള്ള സാമാനങ്ങളാണ്. കഷ്ടം തന്നെ. ജാതി പ്രശ്നമാണ്, മതം പ്രശ്നമാണ്, ഇവരുടെ നിറം പ്രശ്നമാണ്, എല്ലാം പ്രശ്നമാണ്, മനുഷ്യരെ പ്രശ്നമാണ്. ഇങ്ങനത്തെ ചിന്താഗതിയുള്ള ഒരു കൂട്ടം ആളുകളാണ് സംഘപരിവാറിലുള്ളതെന്ന് ഓർക്കുമ്പോൾ അതിനേക്കാൾ വലിയ കഷ്ടമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. എൻ്റെ പൊന്നു സ്ത്രീയെ, നിങ്ങൾക്ക് ചുമ്മാതിരിക്കുമ്പോൾ ഒന്ന് പോയി മരിക്കാനൊക്കെ ശ്രമിച്ചുകൂടെ? അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു നല്ല ഒരു സമൂഹം വാർത്തെടുക്കാൻ സാധിക്കും. ഏറ്റവും അവസാനത്തെ കണ്ണി നിങ്ങളായിരിക്കും ഇങ്ങനത്തെ ജാതിയും മതവും വർണ്ണമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് അവസാനിക്കട്ടെ. എന്തായാലും എക്സ്പയറി ഏകദേശം കഴിയാറായി. ഷോർട്ട് എക്സ്പയറി ഐറ്റമാണ്, പെട്ടെന്ന് തന്നെ എന്തായാലും പോവും. അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ ഇതുപോലെയുള്ള വിഷം അല്ലെങ്കിൽ ഇതുപോലെ വിഷം തുപ്പുന്ന സർപ്പ ജന്തുക്കൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.